साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। सत्यं शिवं सुन्दरं सुन्दरं सत्यं शिवं सुन्दरं इदं सत्यं शिवं सुन्दरं सत्यं शिवं सुन्दरं इदं सत्यं शिवं सुन्दरं सद्गुरुदेवा साई महेशा सुन्दरमनुपमम् अवतारचरितं सद्गुरुदेवा साई महेशा सुन्दरमनुपमम् अवतारचरितं जन्मങ്ങളാകുമേ കലികകൾ കവിടുന്ന മിഴി തുറപ്പിക്കുന്ന സൂര്യപ്രകാശം അങ്ങ് സനാതന ധർമ്മമയൂഖം ചൊരിയുന്നോരക്ഷയ ജ്യോതിസ്വരൂപം നിന്റെ കടാക്ഷം കൈവല്യമന്ത്രം നിൻ മന്ദഹാസം ജന്മസാഫല്യം സത്യം ശിവം സുന്ദരം ഇത് സത്യം ശിവം സുന്ദരം സത്യം ശിവം സുന്ദരം ഇത് സത്യം ശിവം സുന്ദരം ఇట్టి పరిస్థితి యందు ఏకత్వం దైవత్వం. That oneness is divinity. కనుకనే వేదం ఏకం సత్ విప్రా బహుధా వదంతి. Therefore Veda declared the truth is one. Those scholars refer in varied ways. కనుక ఎన్ని పేర్లు పెట్టినా ఎన్ని రూపములు దాల్చినా దైవం ఒక్కడే. The nomenclature and the form may vary, but God is one. అట్టి ఏకత్వంతో కూడినటువంటి ఒక దైవత్వాన్ని ప్రతి ఒక్కరి హృదయం నందు ప్రతిష్ఠింపజేసుకోవాలి. This principle of unity, oneness of the divinity will have to be installed in our hearts. కనుక ప్రేమకే మించినటువంటి యొక్క సత్యం మరొకటి లేదు. Therefore there is no truth greater than that of love. എല്ലാ വിശ്വാസങ്ങളും മനുഷ്യ നന്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ സായിഗ്രാമിൽ ഞാൻ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ സായിഗ്രാമം സത്യസായി ബാബയുടെ ഭഗവാന്റെ ആ നന്മയുടെ അംശം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമമായി മാറുകയാണ്. മറ്റുള്ള സഹജീവികളോട് ആർദ്രതയും കാരുണ്യവും കാണിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന നമ്മുടെ മനോഭാവത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ ഈ സായി ഓർഫനേജ് ട്രസ്റ്റിൻ്റെ പ്രവർത്തനം തീർച്ചയായിട്ടും വളരെയേറെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. തോന്നയ്ക്കൽ ഗ്രാമത്തിൻ്റെ ഈ പ്രദേശത്തിൻ്റെ സായി ഗ്രാമിൻ്റെ ഘടന തന്നെ മാറിയിരിക്കുന്നു. ഇങ്ങനെ ഒരു നിയോഗത്തിന് വേണ്ടിയാണോ ഈ ഭൂപ്രദേശം ദീർഘകാലം തപസ്സിരുന്നത് എന്ന് തോന്നും ഇപ്പോഴത്തെ ഈ മാറ്റം ശ്രദ്ധിച്ചാൽ. എൻ്റെ വകുപ്പ് വിഭാവനം ചെയ്യുന്നതിനേക്കാൾ എത്രയോ സാമൂഹ്യ നന്മ ശ്രീ ആനന്ദകുമാറിൻ്റെ നേതൃത്വത്തിൽ സായി ഗ്രാമം ചെയ്യുന്നു എന്നുള്ളത്
ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അങ്ങേയറ്റത്തെ അഭിമാനം നൽകുന്നു. ഇതിൽ നിന്നും പലതും ഞങ്ങൾ കണ്ടുപഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഗ്രാമം എന്നെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു ഗ്രാമം, സായി ഗ്രാമം എന്ന് പറയുന്ന ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലയിലും ഇത് സ്വയം പര്യാപ്തമാക്കാനാണ് ഈ ട്രസ്റ്റ് ശ്രമം നടത്തിയിട്ടുള്ളത്. സത്യസായി ബാബയുടെ പ്രവർത്തന രംഗങ്ങളെല്ലാം വ്യക്തി, മനുഷ്യൻ, ആ മനുഷ്യനെ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. നമ്മൾ ഈശ്വരനെ തേടി ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്, വലിയ ഭക്തി തേടി ഓരോ പുണ്യസ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള ഈശ്വരൻ, നമ്മുടെ മുമ്പിലും നമ്മുടെ പിൻപിലും നമ്മുടെ ചുറ്റുമുള്ള ഈശ്വരനെ ദർശിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഭഗവാൻ സത്യസായി ബാബയെ പോലെയുള്ള എല്ലാ അർത്ഥത്തിലും പൂർണ്ണതയോടുകൂടി മനുഷ്യൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്ന ഒരു വ്യക്തി, അവരുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നോക്കിയിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് തന്നെ നമ്മുടെ ഇന്ത്യക്ക് പുറത്തുമുള്ള സർഗാത്മകത്തിന് മുമ്പിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്ന സൗഹൃദം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനം പ്രിയകനായ ആനന്ദകുമാർ ആഗ്രഹിക്കുന്നത് പോലെ, ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ ആഗ്രഹിക്കുന്നത് പോലെ എവിടെ എത്തണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ആ നിലയിൽ അല്പം കൂടി ഉയർന്ന ഈ സ്ഥാപനം വരും എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നിങ്ങൾക്ക് സംശയമില്ല. നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് ഗവൺമെൻറ്റുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് ഒരുപക്ഷെ അതിന് തൃപ്തികരമായ നിലയിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ ഒരുപക്ഷെ കഴിയും. സാമ്പത്തികമായ ബാധ്യതകൾ ഗവൺമെൻറ്റിനുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. കേരളത്തിൻ്റെ, ഭാരതത്തിൻ്റെ സാംസ്കാരികത ഉൾക്കൊണ്ടുകൊണ്ട്, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട്, നമ്മുടെ പാരമ്പര്യമായിട്ട് പഴയ കാലത്തെ, പ്രാചീന കാലത്ത് മുതൽ നമ്മൾ അനുവർത്തിച്ചു വന്ന ആരോഗ്യ സുരക്ഷാ രംഗത്തും അതോടൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ രംഗത്തും പര്യാപ്തത നേടുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമാണ് സായി ഗ്രാമം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. സമൂഹത്തിൽ ഏറ്റവും പ്രധാനമായി പ്രയാസങ്ങൾ മറ്റൊരു അർത്ഥത്തിൽ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അത് ഡയാലിസിസിന് വിധേയമാകേണ്ട ആളുകളാണ്. ഡയാലിസിസിന് വിധേയമാകേണ്ട ആളുകൾക്ക് ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ, ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളൊക്കെ തന്നെ അതിന് മുൻപന്തിയിൽ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് അതിന് മുൻപന്തിയിലുണ്ടായിരുന്നു. പൂർണേന്ദ്രൻ എന്ന് പറയുന്ന മാന്യദേഹത്തെ സർക്കാർ ജോലി നൽകി ഇപ്പോൾ അനാഥനായി അവൻ സനാഥനായിരിക്കുന്നു എന്നുള്ളത് അത് ശ്രീ സത്യ സായി ട്രസ്റ്റിൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ ഫലമായി ലഭിച്ചിട്ടുള്ളതാണ് എന്ന് ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ചെല്ലുന്നു, അവിടെയുള്ളവർക്കൊക്കെ സൗജന്യമായി അത് ലഭ്യമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം, അതും തുടർച്ചയായി കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു അങ്ങേയറ്റം അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. ഇന്നിവിടെ നമ്മൾ ആരംഭിക്കുന്ന യോഗ ക്ലാസ് അത് സായി ബാബ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഓർഗനൈസ് ചെയ്തിട്ടുള്ള യോഗ ക്ലാസ്സാണ്. കേരളത്തിൽ ആദ്യമായി ഈ ജയിലിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 4ാമത്തെ ജയിലായി തിരുവനന്തപുരം ജയിൽ ഇപ്പോൾ വളരും. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരളത്തിൽ ചെയ്യുന്ന പ്രവർത്തനം അത്ഭുതം എന്ന് മാത്രമേ ഒറ്റ വാക്കിൽ എനിക്ക് അതിനെ വിശേഷിപ്പിക്കാനുള്ളൂ. ആനന്ദ്കുമാർ ഈ കാര്യത്തിൽ വളരെ ഡെഡിക്കേറ്റഡാണ്. വളരെ 100% ഇവിടെ കൂടിയിട്ടുള്ള ആളുകളുടെ പേരിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം എടുക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് കാരുണ്യത്തിൻ്റെ നീരുറവ വറ്റിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ശ്രീ ഭഗവാൻ സത്യസായി ബാബയുടെ നാമധേയത്തിൽ രൂപീകൃതമായിട്ടുള്ള സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരള സംസ്ഥാനത്തിൻ്റെ പ്രവർത്തിച്ച് നമുക്ക് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഒക്കെ ആശ്വാസം നൽകുന്നത്. ഇവിടെ അന്തേവാസികളായി കഴിയുന്നവർ ഒത്തിരി വേദനകളും ദുഃഖങ്ങളും മനസ്സിൽ കൊണ്ടു നടന്നിട്ടുള്ള ഇന്ന് ഈ സായി ഗ്രാമിൻ്റെ സംരക്ഷണത്തിൽ കഴിയുമ്പോൾ പ്രത്യേകിച്ച് അടുത്ത തലമുറ നമ്മൾ ഇന്നത്തെ തെറ്റുകളിൽ നിന്ന് വിമുക്തമായി ഈ പാത, ഈ സേവന സന്നദ്ധയുടെ പാത നമ്മുടെ ജീവിതമാർഗമാക്കേണ്ടതുണ്ട്.
ഒരുപാട് രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുവാനും നിർധനരെയും അശരണരെയും ഒക്കെ സഹായിക്കുവാനുള്ള സമീപനം തീർച്ചയായിട്ടും അത് മാതൃകാപരവും അഭിനന്ദനീയവുമാണ്. ഇത്തരത്തിലുള്ള സംഘടനകൾ തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് അനിവാര്യവും ആവശ്യവുമാണ്. എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും ഗവൺമെൻറ് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനൊക്കെ പരിമിതികളുണ്ടാവും. ആത്മീയതയും ഭൗതികതയും ഇവിടെ സമന്വയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ സായിഗ്രാമം നാടിന് തന്നെ അഭിമാനിക്കാവുന്ന ഒന്നാണെന്ന് പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അതിശയം, അതിയായ അത്യതിശയം, അത്ഭുതം, അത്യത്ഭുതം. ഈ അർത്ഥം വരുന്ന ഏത് വാക്കുകളും യോജിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ആനന്ദകുമാറിനെ എത്ര പ്രകീർത്തിച്ചാലും അത് അധികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. This is a privilege. I am a blessed person who got the fortunate chance to come and visit here. ഇത്രയും വളരെ ശാന്തമായിട്ടുള്ള ഒരു ഇത് വന്ന് കാണണം. നമ്മൾ അതിനെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും വർണ്ണന മാത്രമായി പോകും. പക്ഷെ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൻ്റെ ഈ പ്രശാന്ത സുന്ദരം എന്നൊക്കെ പറയുന്നത് നമ്മൾ പറയുന്നത് നമ്മുടെ കണ്ടു തന്നെ അനുഭവിക്കണം. പുട്ടപ്പുറത്തിയിലെ അതേ ഒരു ഇതാണ് ഇവിടെ. ലോക സമസ്ത സുഖനോ ഭവന്തു എന്നുള്ള ആശയം യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരാൻ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ള ഒരു മാന്യദേഹമാണ് അദ്ദേഹം. ആ ദർശനങ്ങളുടെ ഒരു റിഫ്ലക്ഷനായിട്ടാണ് ഞാൻ സായിഗ്രാമത്തെ കാണുന്നത്. ഈ ഒരു പ്രദേശത്ത് മഹാത്മാഗാന്ധിജിയുടെ സ്വയം പര്യാപ്തത എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഗ്രാമം തന്നെ സൃഷ്ടിക്കാനാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ ശ്രമിക്കുന്നത് എന്ന് കാണുമ്പോൾ ആ ഒരു ആശയം എനിക്ക് വളരെയധികം സ്വാഗതാർഹമായി തോന്നി. ആ ഒരു ദിശയിൽ ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ ഇവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അങ്ങേയറ്റം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന ഏറ്റവും ദരിദ്രനും നിരാലംബനും നിസ്സഹായനുമായി തീരുന്ന മനുഷ്യനെ താങ്ങും തണലുമായി നമ്മുടെ ജീവിതം മാറുമ്പോൾ അയാൾ നമ്മിലൂടെ ദൈവത്തെ കാണും, നാം അയാളിലൂടെ ദൈവത്തെ കാണും. നമ്മളെല്ലാം ഈശ്വരൻ്റെ കയ്യിലെ കളിപ്പാട്ടങ്ങളാണ്. നമ്മളെ ഓരോ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നു, അത് നല്ല രീതിയിൽ കർമ്മം ചെയ്താൽ അവിടെ അദ്ദേഹത്തിന് വലിയ സന്തോഷം ഉണ്ടാവും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. भक्ति भक्त भगवंत गुरु चतुष्नाम बपुए तिनके पद वंदन किए मेटत विघ्न अनेक. ഡയലിസ് ചെയ്യുന്ന മുമ്പൊക്കെ വയറുവേദനയൊക്കെ ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. ഡയലിസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വയറുവേദന ഇപ്പോൾ ഇല്ല. അതിനുവേണ്ടി പ്രയത്നിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ സംഘടനയോട് ഞങ്ങൾക്ക് ഹൃദയംഗമായ കുടുംബമായുള്ള നന്ദി സ്നേഹവും വിതരണം ഞാൻ അർപ്പിക്കുകയാണ്.
ഈശ്വരൻ സമൂലമായിട്ട് സ്നേഹമാണ്, അനുകമ്പയാണ്, നിറഞ്ഞ പ്രേമമാണ്. ഇത് ആസ്വദിക്കുവാൻ മനുഷ്യന് സാധിക്കുന്നില്ല. ആ അന്തരം മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ എല്ലാ തരത്തിലും മനുഷ്യരുടെ ഇടയ്ക്ക് മനുഷ്യരെ പോലെ മനുഷ്യരിൽ ഒരുത്തനായി കഴിഞ്ഞുപോയത്. നാളത്തെ സമൂഹത്തിലെ പൗരന്മാരായി, സമൂഹത്തിന് ചേർന്ന പൗരന്മാരായി വളർത്തിക്കൊണ്ടുവരുവാൻ ഇവിടെ നടത്തുന്ന ശ്രമങ്ങൾ തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. അവരെ മോൾഡ് ചെയ്തുകൊണ്ട് ഒരു സമൂഹത്തിൽ എങ്ങനെ നല്ല പൗരന്മാരായി വളരാം എന്നുള്ളതിനെ അവരെ പഠിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന ഒരു രീതി എനിക്കിവിടെ കാണുവാൻ സാധിച്ചു. I think Mr. Anandan, your organization stands out like a beacon light, like an inspiration to all the trustees, including us from Andhra Pradesh. We will carry all this to our people in Andhra Pradesh, to our Sai Trust in Andhra Pradesh, because even if we could do 1/10 of what we are doing, we would be truly become the devotees of Bhagwan Sai Baba. ശ്രീ സത്യസായി ട്രസ്റ്റ് കൈവയ്ക്കാത്ത ഏതെങ്കിലും ഒരു മേഖല ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഇപ്പോൾ പറയാൻ സാധിക്കും. പിന്നെ ഇത്രയധികം കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ട് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മുകളിലേക്ക് ഉയർന്നു. മുകളിലൊരു ഈശ്വരനുണ്ട്. ഒന്നിനും ഒരിക്കലും ഇവിടെ ഒരു കുറവും ഉണ്ടാകുന്നില്ല. എല്ലാം ആ നല്ല ദൈവം കൊണ്ടെത്തിച്ചു തരുന്നു. आश्रित
लोकाः सुखिनो भवन्तु समस्तलोकाः सुखिनो भवन्तु सत्यं शिवं सुन्दरम् इद सत्यं शिवं सुन्दरम् सत्यं शिवं सुन्दरम् इद सत्यं शिवं सुन्दरम् सत्यं शिवं सुन्दरम् इद सत्यं शिवं सुन्दरम् सत्यं शिवं सुन्दरम् इद सत्यं शिवं सुन्दरम्